ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഭരണഘടനയുടെ 75ാം വാർഷികം സമുചിതമായി ആഘോഷിച്ച് രാജ്യം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ നയിക്കുന്ന വെളിച്ചമാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് അനുവദിച്ചത് 72 കോടി രൂപ. നാട്ടിക ലോറി അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി പഞ്ചാബ് എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടന പവിത്രമായ ഗ്രന്ഥമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഭരണഘടനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ നടന്ന ആഘോഷ ചടങ്ങിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് ഭരണഘടനയെന്നും പൌരന്മാരുടെ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പുവരുത്തുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. आज कृतज्ञ राष्ट्र की ओर से मैं संविधान सभा के सदस्यों और कर्मियों को श्रद्धांजलि अर्पित करती हूँ. ये अवसर संविधान सभा की 15 महिला सदस्यों के योगदान को स्मरण करने का भी है. हमें उन अधिकारियों के अमूल्य योगदान को भी याद रखना चाहिए जिन्होंने नेपथ्य में रहकर काम किया. ഇന്ത്യൻ ജനാധിപത്യത്തെ കാര്യക്ഷമമായ വിധത്തിൽ രൂപപ്പെടുത്തുന്നതിൽ ഭരണഘടന നിർണായക പങ്കുവഹിച്ചതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ത്യാഗത്തിന്റെയും ശക്തിയുടെയും ഫലമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, മറ്റ് പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും രാഷ്ട്രപതി ചടങ്ങിൽ പുറത്തിറക്കി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് കേന്ദ്ര സർക്കാർ ഇന്ന് തുടക്കം കുറിച്ചത്. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ പ്രചാരണ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് രാജ്യത്ത് സംഘടിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ജനങ്ങളും ദിനാചരണത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷവേളയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. രാജ്യത്തെ നയിക്കുന്ന വെളിച്ചമാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും. ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യമായി മാറാൻ ഭരണഘടന ഇന്ത്യയ്ക്ക് സഹായകമായതായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീംകോടതി ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടന നിർവഹിച്ച പങ്ക് ഉയർത്തിക്കാട്ടിയ അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടനാ ദിനാശംസകളും നേർന്നു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും ഇന്ന് വിപുലമായ പരിപാടികൾ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ ഇന്ന് രാവിലെ 500ഓളം യുവഭാരത് വളണ്ടിയർമാർ അണിനിരന്ന് പദയാത്ര സംഘടിപ്പിച്ചു. നിയമസഭാ പരിസരത്ത് സമാപിച്ച പദയാത്രയിൽ വിവിധ യുവജന സംഘടനകളും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. തുടർന്ന് ഭരണഘടനാ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിച്ചു. ഈ മാസം 28 വരെയാണ് പ്രദർശനം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങൾക്ക് 1115 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം. കേരളത്തിന് 72 കോടി രൂപയാണ് അനുവദിച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾക്ക് 139 കോടി രൂപ വീതവും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയും അനുവദിച്ചു. കർണാടകത്തിന് 72 കോടി രൂപയും തമിഴ്നാടിനും പശ്ചിമബംഗാളിനും
50 കോടി രൂപ വീതവുമാണ് അനുവദിച്ചത്. ആദായനികുതി വകുപ്പിന്റെ പാൻ 2.0 പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. നിലവിലുള്ള സംവിധാനം പൂർണ്ണമായി നവീകരിച്ച് പുതിയ ഏകീകൃത പോർട്ടൽ നിലവിൽ വരുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നിലവിലെ പാൻ നമ്പറിൽ മാറ്റമുണ്ടാകില്ല. ഇന്ത്യയുടെ സംരംഭകത്വ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നതിനായി അടൽ ഇന്നൊവേഷൻ മിഷൻ തുടരുന്നതിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിനായി 2028 മാർച്ച് 31 വരെ 2,750 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തൃശൂർ നാട്ടികയിൽ ലോറി പാഞ്ഞുകയറി 5 പേർ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഗതാഗത കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ക്ലീനർക്കെതിരെ നിയമപരമായി പരമാവധി നടപടി സ്വീകരിക്കും. ഡ്രൈവറും ക്ലീനറും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെയാണ് തൃശൂർ നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 5 പേർ മരിച്ചത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. പരിക്കേറ്റ 7 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വയനാട് തിരുനെല്ലി കൊല്ലിമൂല ആദിവാസി കുടിലുകൾ പൊളിച്ചു നീക്കിയ സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. ബാവലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെതിരെയാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നടപടി സ്വീകരിച്ചത്. ആദിവാസികളുടെ കുടിലുകൾ പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷം പൂർത്തിയായി. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ ധീരതയെ സ്മരിക്കുന്നതായും ഈ ധീരയോദ്ധാക്കളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാ തരത്തിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. 55ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനത്തിൽ പ്രദർശനത്തിനെത്തുന്നത് 70ലേറെ ചിത്രങ്ങൾ. പിയേഴ്സ്, വൈ ഡു ഐ ബിലോങ് ടു, ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം തുടങ്ങിയ ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കും. മറ്റന്നാളാണ് മേളയുടെ സമാപനം. ഇടുക്കി ചെറുതോണി ഡാമുകളിലെ സന്ദർശനാനുമതി മെയ് 31 വരെ ദീർഘിപ്പിച്ചു. ബുധനാഴ്ചകളിൽ സന്ദർശനാനുമതി ഉണ്ടായിരിക്കില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദ പഠനയാത്രാകാലവും ക്രിസ്തുമസ്, പുതുവർഷ അവധികളും വേനലവധിയും പ്രത്യേകമായി പരിഗണിച്ചാണ് മെയ് 31 വരെ സന്ദർശനാനുമതി നീട്ടിയത്. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ് സന്ദർശനത്തിനും ബഗ്ഗി കാർ യാത്രയ്ക്കുമുള്ള ടിക്കറ്റ് നിരക്ക്. പൂർണ്ണമായും ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് പ്രവേശനം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മൊബൈൽ ഫോൺ, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഡാമിലെ ജലനിരപ്പ് പരിശോധനയും സാങ്കേതിക പരിശോധനകളും നടത്തുന്ന ബുധനാഴ്ച ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി ഉണ്ടായിരിക്കില്ല. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FCയ്ക്കെതിരെ ഒഡീഷ FC വിജയിച്ചിരുന്നു. IPL താരലേലത്തിൽ കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി 13-കാരനായ വൈഭവ് സൂര്യവംശി. 1,10,00,000 രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കിയത്. അണ്ടർ 19 അന്താരാഷ്ട്ര മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ 62 പന്തിൽ നിന്ന് 104 റൺസ് നേടി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി വൈഭവ് ശ്രദ്ധ നേടിയിരുന്നു. വൈഭവിന്റെ നേട്ടത്തിൽ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ അഭിനന്ദനം അറിയിച്ചു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവയും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക തീരുവയും ചുമത്തുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്കും മയക്കുമരുന്ന് കടത്തും തടയുന്നത് ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ജനുവരി 20 അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ നടപടികളൊന്നായിരിക്കും ഇതെന്നും ട്രംപ് വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനയുടെ 75ാം വാർഷികം സമുചിതമായി ആഘോഷിച്ച രാജ്യം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ നയിക്കുന്ന വെളിച്ചമാണ് ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും.
കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് അനുവദിച്ചത് 72 കോടി രൂപ. നാട്ടിക ലോറി അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി പഞ്ചാബ് എഫ്സിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.